നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഇന്നും നമ്മുടെ യാത്ര നമ്മുടെ നവീൻജിയോടൊപ്പം തന്നെയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ അഴിച്ചങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് കുറേ കോളുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ നവീൻജി, നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോൾ എവിടെയാണ്? ഇത് മായമുടി എന്ന സ്ഥലം. ഷെഡിൽ ബാക്കിൽ കുറെ റെസ്ക്യൂ ആക്കിയാണ്. ഒത്തിരി ഉണ്ട്. ഇവിടെയൊക്കെ എനിക്കൊന്ന് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നവീൻജി കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്ത പാമ്പുകൾ ഏതൊക്കെയാണ്? അല്ല, അതിഥികൾ ആൾമോസ്റ്റ് റാറ്റ് സ്നേക്ക്, കോബ്ര, റസൽ വൈപ്പേഴ്സ്. പുള്ളിക്കാരൻ പുറകിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഓക്കെ. നമസ്കാരം സാർ. നമസ്തേ. സുഖായിരിക്കുന്നോ? മലയാളം അറിയാമോ? മലയാളം അറിയാം. നല്ല അതെ, ഒരുമാതിരി നല്ല അറിയില്ല. പേരെന്താ സാർ? യോഗേഷ്. അടിപൊളി. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കർണാടക, കന്നഡ, അല്ലെങ്കിൽ കുടക്, അപ്പോൾ കാപ്പിത്തോട്ടം, ഇതൊക്കെ കണ്ടുവരും. നമ്മളിവിടെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ് നിങ്ങളുടെ നാട്. ഞങ്ങൾ കേരളത്തുകാർക്ക്, മലയാളികൾക്ക് ഒരു അത്ഭുതം. കാപ്പി, പിന്നെ കമുങ്ങ്, അവക്കാടോ ഉണ്ടോ സാർ? ഉണ്ട്, മരമുണ്ട്. അവക്കാടോ ഒക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളി. ഏറ്റവും കൂടുതൽ അവക്കാടോയാണ് കിട്ടുന്നത്, അതേ സപ്പോർട്ടാണ് കിട്ടുന്നത്, അതേ നമ്മുടെ കാപ്പിയാണ് നമുക്ക് കൂടുതലുള്ളത്. സാറിന് കോഫിയാണ്. പിന്നെ കമുങ്ങുണ്ട് അല്ലേ, പെപ്പർ ഉണ്ട്. എല്ലാ മരത്തിലും പെപ്പർ ഉണ്ട് അല്ലേ, അടിപൊളി. അപ്പൊ നമ്മുടെ സമയം കളയാം. സാർ, ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്ത് പോയത് എത്ര സമയമായി സാറേ? അരമണി നേരം, അരമണിക്കൂർ. അപ്പോൾ അരമണിക്കൂറായി. രണ്ടുപേരെ കണ്ടു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. രണ്ടുപേര് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്കാരൻ അറിയാലോ, രാവിലെ അവർ ചുമ്മാ ഇരിക്കത്തില്ല. രാവിലെ തോട്ടത്തിൽ പോവുക, പണിക്കാരെയൊക്കെ കണ്ടു മാനേജ് ചെയ്യുക, ഇതെല്ലാം ഇവർ രാവിലെ ഇറങ്ങി അങ്ങ് സഞ്ചരിക്കണം. അപ്പോൾ പുള്ളി പോകാനായിട്ട് ഇറങ്ങി പണിക്കാരൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വന്ന സമയത്ത് പെട്ടെന്ന് എന്തോ രണ്ടുപേരും ഇതിനകത്ത് കയറി. ഇവിടുന്ന് മാറിയിട്ടില്ല അല്ലേ സാർ? എങ്ങും പോയിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ സമയങ്ങളെല്ലാം നമുക്ക് എന്തായാലും നോക്കാം. സാറ് കൃത്യമായിട്ട് പറയുന്നു 2 എണ്ണം കണ്ടു. സാധാരണ ആൾക്കാരാണെങ്കിൽ കണ്ടപ്പോൾ 1 കണ്ടു. പക്ഷെ വ്യക്തമായിട്ട് ആ സമയം തൊട്ടോടെ നോക്കി നിൽക്കുന്നു. 2 എണ്ണം കണ്ടു എന്ന് മസ്റ്റായിട്ട് ഉറപ്പായിട്ട് വന്നു. 2 എണ്ണം കണ്ടു, ഞാൻ കണ്ടു, 2 എണ്ണം കണ്ടു, 2 ഇതിൻ്റെ ഇടയിലാണ് കയറിയത്. അപ്പോൾ നവീൻജി, നമുക്ക് ഇതിനെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഞങ്ങൾ സഹായിക്കാം. ഇതെന്താ സംഭവം? ഇത് എന്താ പറയുന്നേ? മരുന്നാണോ? ഇതാ മരുന്നല്ല, ഇത് എന്താ പറയുന്നത്? ചൂല്. ഇവിടെ ഇതാണോ ചൂല്? അതെ, വീട്ടിൽ അപ്പുറത്ത്. സൂപ്പർ. നമ്മുടെ നാട്ടിൽ കണ്ടു പഠിക്കുക ആൾക്കാരെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ അപ്പടി തീയിട്ട് നശിപ്പിക്കും. ഇത് ചൂലാണ്ടോ? വേണ്ട, ഇത് ചൂല്. സൂപ്പർ, അടിപൊളി. അപ്പൊ നമുക്കിത് ഇവിടെ സ്ഥിരമാണല്ലേ, എല്ലാവരും ഉപയോഗിക്കുന്ന? എല്ലാ വീട്ടിലും ഉണ്ട്. ഇത് പറമ്പ് അടിക്കാനാണോ? വീട്ടിന്റെ പുറത്ത് മുറ്റമൊക്കെ അടിക്കാനാണോ അല്ലേ? വീട്ടിനകത്തേക്ക് എന്താ ഉപയോഗിക്കുന്നത്? അത് അല്ലേ? നമ്മുടെ തെങ്ങിന്റെ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത്? തെങ്ങിന്റെ യൂസ് ആക്കും. ഉണ്ടോ അല്ലേ? ഞങ്ങളായിട്ട് തെങ്ങ് മാത്രമേ, തെങ്ങിന്റെ ഇത് മാത്രമേ ഉപയോഗിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് അവിടെ. കേരളത്തിന്റെ കൽപ്പവൃക്ഷം തെങ്ങെന്നാണ് പറയുന്നത് കേട്ടോ. നവീൻജി, ഇനി കുറച്ചാളും കൂടെ കഴിയുമ്പോഴേ ഞങ്ങളായിട്ട് അത് മാറും. കേരളത്തിന്റെ കൽപ്പവൃക്ഷം മാറും. എന്താണെന്നറിയാം? ഇപ്പൊ അവിടുത്തെ തെങ്ങെല്ലാം മുറിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ചുള്ളയ്ക്ക് വേണ്ടി. ബിസിനസ്. നവീൻജി, അതാ അടിപൊളി. അപ്പോ അതിനകത്തുണ്ടാ നോക്കിയാ 2 എണ്ണം കണ്ടൊന്നുമില്ലേ പുള്ളി പറഞ്ഞത്? അപ്പൊ ഇവിടെ നോക്കിക്കോളേ. ഞാൻ ഇതിനെ പതുക്കെ ഇങ്ങോട്ട് മാറ്റാം. വിജയ നോക്കിക്കോളേ. ഉണ്ടല്ലോ അല്ലേ? ഒന്നല്ലേ ഉള്ളൂ. എടുക്കട്ടെ. നോക്കാം, പതുക്കെ ഇങ്ങനെ എടുത്തോളാം. അപ്പുറത്ത് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ഞാൻ നോക്കി, നിങ്ങളെ നോക്കി. അടിപൊളി. സാറേ, ഒന്ന് ഇത് തന്നെയാണോ? ഒന്ന് ഇത് തന്നെയാണോ കണ്ടത്? അല്ലേ, ഇത് തന്നെയാണോ കണ്ടത്? ഇനി ഇതുപോലെ തന്നെ മറ്റത് ഇന്നൊന്നുണ്ട്.
മാറ്റിക്കാൻ പിന്നെ മുള്ളുണ്ടോ കയ്യിൽ? മുള്ളുണ്ട്. അപ്പൊ ഞാൻ എടുക്കാം, മാറ്റി. താഴോട്ട് മുള്ള, താഴെ മുള്ളിത് കുറച്ച്. അടിയിൽ മുള്ളുണ്ടല്ലേ ഇനി? അടിപൊളി. ഇപ്പൊ നമുക്കിവിടെ ഒരെണ്ണം പുള്ളി 2 മസ്റ്റായിട്ട് ഉറപ്പായിട്ട് 2 കണ്ടുന്നുണ്ടല്ലോ. ഒന്നതായി ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് നവീൻജി വെള്ളം നനഞ്ഞിട്ടുണ്ടെന്നാണല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു താഴെ ഇങ്ങനെ പോയി വെള്ളം കുടിച്ചിട്ട് ഇവിടെ ടാങ്കില്ലേ, വെള്ളം കുടിച്ചിട്ട് വന്ന സമയത്തേക്ക് സാറിനെ കണ്ട. അപ്പൊ നേരെ പെട്ടെന്ന് അതിനകത്തങ്ങ് ഇറങ്ങിയത്. എന്തായാലും നല്ല സേഫ് ആയിട്ട്. എന്തായാലും ഫീമെയില് അല്ലേ? ഫീമെയില് പെണ്ണെത്തി. അപ്പൊ പുള്ളി പറഞ്ഞു ഇനി 2 ഉറപ്പായിട്ട് കണ്ടു. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് മാറ്റിയല്ലോ നവീൻജി. നവീൻജി ആരും നോക്കിയോ, ഞാൻ മാറ്റിക്കോളാം. സാറേ കാപ്പിയുടെ ശിഖരങ്ങളാണോ നമുക്ക് കത്തിക്കാൻ വേണ്ടി അല്ലേ? എല്ലാ വർഷവും കാപ്പി കോതി വിടാറുണ്ട്, ശിഖരം കട്ട് ചെയ്യാറുണ്ട് അല്ലേ? താഴോട്ടുള്ള ശിഖരങ്ങൾ അത് കൃഷിയുടെ ഒരു ഭാഗമാണ്. നോക്കിയല്ലേ നവീൻജി? അതിൻ്റെ അടിയിലുണ്ടാ നോക്കിയോളേ. ഇത് ഒരു നല്ല ഉറപ്പുള്ള കമ്പ, നോക്കി, നല്ല കമ്പ. ഞാൻ നോക്കിയോളേ, നിങ്ങളെ ഇത് ഞാൻ നോക്കിയോളാം. ഇതിങ്ങനെ സൈലന്റ് ആയിട്ടുണ്ട്, അതിനകത്ത് സൈലന്റ് ആയിട്ട് അങ്ങനെ കിടന്നു. ഞാൻ വലിയ എന്തിൻ്റെങ്കിലും മോഷനായിരിക്കും. അല്ല, പെരുമ്പാൻ പോലത്തെ എൻ്റെ മോഷനെ പോലെ തോന്നുന്നു. അതെ, വേറെന്തോ. നല്ല വെയിറ്റ് കേട്ടോ കാപ്പി കമ്പനി, നല്ല ഉറപ്പുണ്ട്. അടിപൊളി ആയിരിക്കുന്നു. അടുത്ത സൂപ്പർ. സാർ ഒന്ന് ഇത് തന്നെയാണോ കള്ളം? ഓക്കെ അടിപൊളി. അടിപൊളിതാ ഒമ്പോ, എന്ത് നീളം അല്ലേ? സൂപ്പർ, നല്ല നീളമുണ്ട് ഇത്, നല്ല നീളം. എനിക്ക് തോന്നുന്നു 5 അടിയിൽ കൂടുതൽ, ഒരാളിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും അല്ലേ? ഒരു 2 പേര് നനഞ്ഞിട്ടുണ്ട് അല്ലേ? 2 നല്ല നനഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ വേറെ പ്രശ്നമുള്ളത്, നല്ല സൂപ്പർ മെയിൽ. കണ്ടാൽ ഒരു ഫീമെയിലിന്റെ കട്ട് കേട്ടോ, കണ്ടാലേ ഒരു ഫീമെയിലിന്റെ കട്ട് ഇല്ലേ? സൈഡ് ഡിസൈൻ ബാക്ക് പാറ്റേൺ വാങ്ങേണ്ടത്. അടിപൊളി. മറ്റേതിന് ഒരു അനക്കം ഇല്ലല്ലോ, ഇതെന്തോ ആക്കിയിട്ടുണ്ടാവും. മറ്റേതിന് ഒരു അനക്കം ഇല്ലല്ലോ. ഇവര് തമ്മിൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് മാറ്റിങ്ങിന് വേണ്ടി മാറ്റിങ് കഴിഞ്ഞിട്ട് ഇതിന്റെ വയറ്റിൽ മുട്ട ഫാം ഉണ്ട് കേട്ടോ. നല്ല ആക്റ്റീവ് വരുന്നുണ്ട്, പക്ഷെ എന്നാലും പോരാ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറ് പറഞ്ഞതുപോലെ 2 പേരും അടിപൊളിയായിട്ട്. നമ്മൾ 2 പേരും തമ്മിലൊന്നീ ഫൈറ്റ് ആവും, തമ്മിൽ കടിക്കും. ഇതും കടിക്കുന്നുണ്ട്. നവീൻജി, അതുപോലെ എൻ്റെ ഒരു ചെറിയ സംശയമാണ്, നവീൻജിയുടെ കളക്ഷനിൽ ഈ കോബ്ര എത്രത്തോളം കളക്ഷൻ കിട്ടിയിട്ടുണ്ട് നവീൻജിക്ക്? കോബ്ര 600-700 കളക്ഷൻ കിട്ടി. അതിൽ ഈ 2 3 കിട്ടി, എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്? 2 ആൾമോസ്റ്റ് ഒരു 20-25 ടൈംസ് കിട്ടിയിട്ടുണ്ട്. 3 ഇന്നുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. 3 കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഞങ്ങളുടെ നാട്ടില് 3-4 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 4 കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് ഈ അടുത്ത കാലത്ത് എനിക്ക് കല്ലമ്പലം ട്രിവാൻഡ്രം തന്നെയാണ്, അവിടെ നിന്ന് ഒരു മതിലില്ല ഓളിനകത്ത് 2 കണ്ടു നമ്മൾ വിളിച്ചു. ഓള് പൊളിച്ചപ്പോ 3 കിട്ടി. അപ്പൊ ഇതെല്ലാം ഒന്നും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പൊളിച്ചപ്പോ 4 അത് കഴിഞ്ഞ് വെഞ്ഞാറ് ഒരു സ്ഥലത്ത് ഒരു മാളം 2 പേര് മാറ്റിങ് ചെയ്യാനായിട്ട് ആൾ കണ്ടപ്പോ ഇത് മാളത്തിൽ പോയി കയറി, ഹോളിൽ പോയി കയറി. ആ സമയത്ത് ഞങ്ങൾ ആ ഹോള് പൊളിച്ചു.
പൊളിക്കുന്നത് 5 ഉണ്ടായിരുന്നു. 5 അത് 15 വർഷം മുന്നെയാണ്, ഇപ്പോഴെങ്കിലും അല്ല. അന്ന് എനിക്ക് ഏകദേശം ന്യൂസ് പേപ്പറിലൊക്കെ അത് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ആ ഒരു വാർത്ത. എന്നുവെച്ചാൽ ഭയങ്കര ജനമായിരുന്നു. അപ്പൊ നമ്മളോട് സംബന്ധിച്ച് എന്തറിയാം, ഈ ആളുകൾ ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേരങ്ങ് കൂടും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പറമ്പ് വലിയ കാപ്പിത്തോട്ടങ്ങളാണ്, ഒന്നുകിൽ തൊഴിലാളികളോ ഓണർമാരെ ഉണ്ടാവും. ഇവിടെ അങ്ങനെ അവിടെ നമ്മുടെ അങ്ങനെ ഗ്രാമം അല്ല, എന്താ പറയുക, ഒരുപാട് വീടുകൾ അടുത്തടുത്തുണ്ടേ. അപ്പൊ ഇതിനെന്തോ ഒരു ബുദ്ധിമുട്ട്. അതിന് ഒരു എനിക്ക് പോണം അല്ലെ, എനിക്ക് പോണം എന്നാണ് അത് പറയുന്നത് അല്ലേ. നവീനെ വിളിച്ചു, ഒരു പാമ്പിരിക്കുന്നു പറഞ്ഞ് വിളിച്ചു, പൊളിച്ച് മാള ഇളക്കി. എത്ര കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം? കുഞ്ഞുങ്ങളെ ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് അവിടെ സിംഗിൾ മാളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. നവീൻജി, എനിക്കൊരു 15-16 വർഷം മുന്നേ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ഒരു മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഇവര് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ തിരിച്ച് മാളത്തിൽ കയറി. ഞാൻ മാളം പൊളിച്ചു. 40 കുഞ്ഞുങ്ങളും 41 മുട്ട വിരിഞ്ഞ അതിന്റെ തൊലിയും ഒരു കുഞ്ഞുള്ള മുട്ടയായിട്ട് കിട്ടിയായിരുന്നു. അപ്പൊ അത് 41 2 അച്ഛനെയും അമ്മയും കിട്ടി, മെയിലിനെയും ഫീമെയിലിനെ അതിനകത്തുനിന്ന് കിട്ടി, ആ മാളത്തിൽ നിന്ന് കിട്ടി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് റൂറൽ അല്ലേ, ഈ വലിയ പറമ്പുകൾ പോകാനുള്ള സാഹചര്യം, ഞങ്ങൾക്ക് ചെറിയൊരു വീടുകളാണ്. അപ്പൊ അതുപോലെ എനിക്ക് ഈ നിങ്ങൾ പറഞ്ഞ് 2 കിട്ടിയിട്ടുള്ളത്, ഈ മാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ കോൾ കിട്ടിയിട്ടുണ്ടോ? ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം കിട്ടിയിട്ടുണ്ട്? ഞങ്ങൾക്ക് പിന്നെ അവിടെ സ്ഥിരമാണ്, നമുക്ക് പറമ്പില്ലല്ലോ. അപ്പൊ അതുപോലെ എനിക്ക് ഈ നിങ്ങൾ മാറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോ ചെല്ലുന്ന സമയത്ത് ഈ മെയില് ഫീമെയിലിനെ കടിച്ചു മുറിവേൽപ്പിക്കുന്നുണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഇട്ടുണ്ട് ഞങ്ങൾക്ക്. എനിക്ക് ഇഷ്ടം പോലെ ഇട്ട്. കാരണം ഞാൻ മാറ്റിംഗ് നടക്കുന്ന സമയത്ത് പോയിരുന്നാൽ ഒന്നിട്ട് അത് കഴിഞ്ഞിട്ടേ പിടിക്കുള്ളൂ. മാറ്റിംഗ് കഴിഞ്ഞ 2.5 മണിക്കൂർ കാത്തിരുന്നിട്ട്. അപ്പൊ അത് കഴിയുമ്പോൾ ഈ മഴജലം തുടങ്ങുമ്പോൾ തന്നെ ഈ മെയില് ഫീമെയിലിനെ കടിച്ച് ഇവിടെയൊക്കെ മുറിവുണ്ടാക്കി ഒരുപാട് സംഭവം, മുറിവുണ്ടാക്കിയിട്ട് ഒരു ഇങ്ങനെ ബ്ലഡ് ഒലിച്ചു വരുന്ന ഒരുപാട് കേസുകൾ എനിക്ക് കിട്ടി. ഒരുപാട് എന്റെ ഇപ്പൊ ഈ ഇത്രയും പ്രായത്തിനിടയിൽ എനിക്ക് 50 പ്രാവശ്യമെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോലുള്ള ഒരു ബുക്ക് വായിച്ചിട്ടുള്ള അനുഭവങ്ങളല്ല, ഇതുപോലെ റിയൽ ലൈവ് കാണുമ്പോ കിട്ടുന്ന അനുഭവങ്ങൾ. ഇത് നോക്കുന്ന ഇതിനെന്താണ് കുഴപ്പം? അതിനൊരു എന്താ പറയാ, നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഒരു പാമ്പിനെ ആളുകൾ കൊല്ലാൻ ചെല്ലുമ്പോൾ പറയും, ഇങ്ങനെ എന്നെ ഒന്നും ഇങ്ങനെ ആട്ടിയാ പറയും എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറയും. ഇതിപ്പോ ഒരു വയ്യായിക പോലെ അല്ലെ. എനിക്ക് ഫുഡിന്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയായിരിക്കും, നല്ല ടയർഡ്. പക്ഷെ ഇദ്ദേഹത്തിന് വയറ്റിൽ എന്തായാലും മുട്ടയുണ്ട്, കണ്ട മുട്ടയുടെ ആ ഒരു മുട്ട തയ്യാറായതിന്റെ ആ ഒരു ഇതാണ് ബൾജായി വരുന്നതേ ഉള്ളൂ. എനിക്ക് ഒരു 30 ദിവസം ആയി കാണും കുറഞ്ഞത്. ഈ ഒരു 30 ദിവസം ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല ആ ഭാഗം നല്ല ബൾജായിട്ട് വരും. കണ്ട കറക്റ്റ് ആയിട്ട് 30 ദിവസത്തിൽ കൂടുതലായി കാണും ഇദ്ദേഹത്തിന്. പക്ഷെ ഒരു കാര്യമുള്ള, ഇദ്ദേഹത്തിന് ആരോടും ഒരു ദാക്ഷിണ്യമില്ല. നിങ്ങൾ നല്ല പാമ്പോട് സൈലന്റ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ചുമ്മാ ചുമ്മാ കടിക്കാനായിട്ട് വരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇത് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടിരിക്കാം, ഏതെങ്കിലും ആനിമൽസിന്റെ. ഇപ്പൊ ഇവൻ കിടന്ന സ്ഥലത്ത് ഇപ്പൊ പന്നി ഉണ്ടെങ്കിൽ ചവിട്ടി പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവും. പിന്നെ ഇവൻ കിടക്കുന്ന സമയത്ത് ചപ്പിനകത്ത് ഇപ്പൊ കാപ്പി പറിക്കുന്ന സമയല്ലേ, വണ്ടിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കും. അതായിരിക്കും ഇത്രയും ടയർഡായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് കളർ അല്ലെ, ഇതിന്റെ കളർ നോക്കിയേ. ഇത് പക്ഷെ പടം പൊഴിച്ചു, ഗോൾഡൻ കളർ, പക്ഷെ അവൻ പടം പൊഴിച്ചു. ഇത് അദ്ദേഹം പടം പൊഴിച്ചു, ഇദ്ദേഹം പടം പൊഴിച്ചിട്ടില്ല. കണ്ട പടം പൊഴിച്ചിട്ടില്ല. അല്ല ഇതെന്താ ഇങ്ങനെ മറിഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോകുന്നത്? ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെ. അതെ, ഇനി കടിക്കാൻ വേണ്ടിയുള്ള ബാലൻസ് നിൽക്കാൻ പറ്റും. സ്റ്റാമിനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ഇപ്പൊ കിട്ടുന്ന ബൈറ്റുണ്ടാവില്ല, കണ്ണിന്റെ പുറകിലെ ഗ്ലാൻഡിൽ നല്ല വെന ഇരിക്കുന്നുണ്ടോ, നല്ല എഫക്റ്റ് ആയിട്ട്. ഇപ്പൊ കടിക്കണമെന്ന് വെച്ചാൽ കവിളങ്ങനെ ഇവർക്ക് ഇനി അവിടെ നിന്ന് ഇവിടെ കടിക്കാൻ പറ്റും. ഇവിടെ വരും അല്ല, ഇവിടെ വരും. അവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ വരും. എനിക്ക് അങ്ങനെ ഒരു ബൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു അപകടത്തിൽപ്പെട്ട ഒരു കോബ്ര അവിടെ ഇരിക്കായിരുന്നു. ഞാൻ കൈ ഇവിടെ വെച്ചോളൂ, അവിടെ നിന്ന് ഇവിടെ വന്ന് കടിച്ചു. അത് കുറച്ച് നാളെ മുന്നേ. അപ്പൊ ഇതുണ്ട്. അതെന്താ അങ്ങനെ? ഒരു ബാലൻസ് ഒരു എനിക്ക് നമ്മൾ പിടിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നത് ഇവിടെ എവിടെയെങ്കിലും അടുത്ത സിവിൽ സപ്ലൈസ് ബാറോ വല്ലതും ഉണ്ടെന്നുണ്ടോ അടിച്ച് ഫിറ്റായി ഇരിക്കുമ്പോൾ നല്ല അടിച്ചിട്ടിരിക്കുമ്പോൾ ഒരു രക്ഷയിലാണെങ്കിൽ ഒന്ന് പോടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല അടിച്ച് കീറി ഇരിക്കുമ്പോൾ വന്നു. തമാശയായിട്ട് പാമ്പ് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ജീവിയാണ്, നമ്മൾ ആദരിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു ജീവിയാണ്. നമ്മൾ തമാശ പറയും. ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു നമ്മുടെ പ്രോഗ്രാമില് തമാശയായിട്ട് രൂപത്തിൽ മാത്രം നമ്മൾ പറയുകയാണ്. എന്തായാലും സൂപ്പർ. എനിക്ക് തോന്നുന്നത് നവീൻ കടിക്കാൻ കൂടുതൽ ടെൻഡൻസി കൂടുതലാണ്. ആ കവിള് ഇവർത്തിപ്പിക്കുന്നത്
ഇല്ലേ? കവള് നല്ല വീർത്ത് നല്ല ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അപ്പൊ കടിക്കാൻ സാധ്യത കൂടാ. ഇതിപ്പോ നമുക്ക് ഒരു 5 അടി ഒരടി ഒരാളുടെ ഹൈറ്റ് എന്തായാലും വരും. 5 അടി കൂടുതൽ എന്തായാലും. ഇത് പക്ഷെ ഇതിന് എന്താണെന്ന് അറിയില്ല. ഇതിനൊരു അവന്റെ ഭാര്യയെ തൊട്ടപ്പോ അവന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് ഒരു മൈൻഡും ഇല്ല. എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ ഇദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നത് മുട്ട ഉള്ളത് കൊണ്ടായിരിക്കും ആ ഒരു ക്ഷീണം അല്ലെ. സ്റ്റാർട്ടിങ് അഗ്രസീവ് ഉണ്ടായാലേ ഇപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു ഇവന്റെ ചീറ്റിൽ ഇവന്റെ മൂവ്മെന്റ്സ് ആയിട്ട് പേടിച്ചിരിക്കണമെന്ന് അറിയില്ല അല്ലെ. അല്ലേ? അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 18 മുട്ട 14-18 മുട്ട കിട്ടി. പക്ഷെ ഇതായിരുന്ന ഒരു ഫീമെയിൽ എങ്കിൽ ഇതൊരു 30-38 മുട്ടയ്ക്കുള്ളിൽ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇതിനെ നല്ല ടൈം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പറഞ്ഞ കണക്കില്ല എന്തോ അപകടം പറ്റി, അല്ലെങ്കിൽ ഫുഡില്ല, അല്ലെങ്കിൽ ഇന്ത്യനിൽ എന്തെങ്കിലും അപകടം ഉണ്ട്. ചേട്ടാ ചാക്കി തരാൻ ഒരുമിച്ചിടാൻ പറ്റും. അവര് ഒരു ജോഡിയല്ലേ, അപ്പൊ നമ്മളായിട്ട് തന്നെ പിരിക്കണ്ട. അതിലല്ല. അപ്പൊ നമ്മളെന്തായാലും ഇതിനെ നമ്മളെന്തായാലും ചാക്കിലാക്കുകയാണ്. നവീൻ ചെയ്തെടുത്തോ. ഞാൻ ചാക്ക് നവീൻ ആദ്യം നമുക്ക് ഫീമെയിൽ പെണ്ണതിഥി അങ്ങാക്കാം അല്ലെ. അതെ, പെണ്ണതിഥി അങ്ങാക്കാം. പെണ്ണതിഥി നമ്മളെന്തായാലും ചാക്കിലാക്കുകയാണ്. ചാക്ക് ഇങ്ങനെ പിടിച്ചാൽ പോരെ, തൂക്കി വെച്ചാൽ പോരെ. ചെറുതല്ലേ. ഇനി മറ്റേത് എടുത്തോളാം. മറ്റേ രണ്ടായാലും സൂപ്പറായിട്ട് കിടക്കും. 2 കിടക്കും നവീൻ, 2 കിടക്കും അല്ലെ. 2 ഒരു നവീൻ ഇതിനകത്ത് കിടക്കും. വന്നോട്ടെ. സൂപ്പർ, അടിപൊളി. 2 പേർക്ക് ഇപ്പൊ കൂട്ടാത്തപ്പോ ഒരു പ്രശ്നമില്ല കേട്ടാ. എന്തെന്നറിയാം, പുള്ളിക്കാരനെ ഭാര്യയായിട്ട് അടുത്തായപ്പോഴേ ഒരു പ്രശ്നം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് കൂടെങ്കിലും നമ്മുടെ നവീൻജിയുടെ അല്ലെങ്കിൽ നമ്മുടെ യോഗേഷ് സാറിന്റെ പറമ്പിൽ അല്ലെങ്കിൽ ഷെഡിനകത്തുനിന്ന് പിടികൂടിയ കപ്പിൾ കോബ്ര, അത് കപ്പിൾ കോബ്ര 2 മൂർഖനദിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 4 പേരുടെയും നന്ദി, നമസ്തേ.